to you. Happy birthday to you. പറയുന്ന വാപ്പാനെ ഞാൻ ഈ വാപ്പി എന്നൊക്കെ വിളിക്കല് തുടങ്ങിയത് ഇതേ കുറച്ച് കാലങ്ങൾക്ക് ഈ മജീദ് ഖാൻ്റെ മോൾ എന്നല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഏത് കയ്യാ തരികയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ശരിക്കും എൻ്റെ കണ്ണിന്ന് വെള്ളം വന്നുപോയി. ഞാൻ വാപ്പാനെ തിരിച്ചറിഞ്ഞൊരു നിമിഷമാണ് മക്കളെ അത്. ഒരാൾക്കും അങ്ങനെ. ഹായ് ഹലോ, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജസ്റ്റ് ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. അതാട്ടോ ഈ ഒരു അവിഞ്ഞൊരു കോലത്തിൽ വന്നത്. ഇന്ന് നിങ്ങളടുത്തൊക്കെ ഒരു വിശേഷം പറയണമെന്ന് കരുതി. ഇന്നെൻ്റെ വാപ്പയുടെ ജന്മദിനമാണ്. എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണം. വാപ്പാൻ്റെ അടുത്തേക്കൊന്ന് പോകുന്നുണ്ട്. ഞാൻ കൊയിലാണ്ടി ഉള്ളത്, വാപ്പ പൂണൂരാണുള്ളത്. ആൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല കേട്ടോ. ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. അപ്പോൾ ആൾക്കൊരു ചെറിയൊരു സമ്മാനവുമായിട്ട് കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി പറയാണ് വാപ്പാക്ക് ഒരു വിഷ് ചെയ്യണം. അപ്പോൾ ബാക്കി വീഡിയോ ഒക്കെ വയ്യ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ വാപ്പിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് ഗിഫ്റ്റ് കൊടുക്കുകയെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നോട് ബാറ്റയുടെ ഷൂ വേണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ബാറ്റയുടെ ഷൂ മേടിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പോയി നോക്കട്ടെ എങ്ങനെയാണ്. സൈസും കാര്യങ്ങളൊക്കെ അറിയാം. സർപ്രൈസായിട്ട് കൊടുക്കുന്നതാണല്ലോ. നമ്മൾ മിക്ക ആൾക്കാരും എന്ന് പറയണ്ട കേട്ടോ, ഞാൻ എന്നെ തന്നെ വെച്ചിട്ട് പറയാം. മറ്റൊരാളെ വെച്ചിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനെന്ന് പറയുന്നത് ഒരു ബാപ്പാനെ ഭയത്തോടു കൂടെ കാണുന്നൊരു വ്യക്തിയായിരുന്നു കുട്ടിക്കാലം തൊട്ടിട്ട് കേട്ടോ. ഒരു മുട്ടായി വാങ്ങാൻ പോലും പൈസക്കൊക്കെ ഉമ്മാനോടാണ്. ഞാനെന്നില്ല കേട്ടോ, ഞങ്ങൾ മൂന്നാളും ഉമ്മാനോടാണ് സംസാരിക്കല്. വാപ്പയായിട്ട് അത്ര ഞങ്ങൾക്ക് അടുപ്പമില്ല എന്ന് തന്നെ പറയാം. കാരണം അടുപ്പമില്ലാതായത് സ്നേഹമില്ലാത്ത വാപ്പായിട്ടൊന്നും അല്ല കേട്ടോ. എൻ്റെ വാപ്പ ഒരു ബസ് ഡ്രൈവറായിരുന്നു. അപ്പോൾ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അത്. ഒരു പുലർച്ചെ 3:30 ആകുമ്പോൾ ആൾ ജോലിക്ക് പോവും. തിരിച്ചു വരിക ഒരു 12 മണിയാകുന്ന സമയത്താണ്. അപ്പോഴേക്കും ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും. ഞങ്ങൾ ഉണരുന്നതിൻ്റെ മുമ്പ് പണിക്ക് പോയി ഉറങ്ങിയതിന് ശേഷം പണി കഴിഞ്ഞ് വരുന്നൊരു മനുഷ്യനായിരുന്നു ഞങ്ങളുടെ വാപ്പ. അപ്പോൾ വാപ്പയായിട്ടുള്ള കോണ്ടാക്റ്റ് വളരെ കുറവായിരുന്നു. വാപ്പ എപ്പോഴെങ്കിലും ലീവുള്ള ദിവസം ഉറങ്ങി കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് പോയി വിളിക്കാൻ പേടിയാണ്. അപ്പം ഉമ്മനോട് വരുമ്മ വാപ്പനോടൊന്ന് മുട്ടായി വാങ്ങാൻ പൈസ തരുമോ എന്ന് ചോദിക്കുന്നു പറഞ്ഞിട്ട് ഒക്കെ ഉമ്മാനോടായിരുന്നു. അതിൻ്റെ മുമ്പ് വേറൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്. എനിക്ക് വാപ്പ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ നിങ്ങളോട് വാപ്പ, വാപ്പി, ഉപ്പ എന്നൊക്കെ പറയുന്നില്ലേ, ഈ പറയുന്ന വാപ്പാനെ ഞാൻ ഈ വാപ്പി എന്നൊക്കെ വിളിക്കൽ തുടങ്ങിയത് ഇതേ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാട്ടോ. അതും വാപ്പനോട് വിരോധം ഉണ്ടായിട്ടും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എൻ്റെ ഉമ്മയും വാപ്പയും തമ്മിൽ കസിൻസ് ആട്ടോ. അവർ കസിനാണ്, അടുത്തെന്തോ ബന്ധത്തിൽ നിന്നാണ്. അവർ രണ്ടുപേരും അങ്ങനെ അടുത്തെന്തോ ബന്ധുക്കളാണ്. അങ്ങനെയാണ് ഉമ്മയും വാപ്പയും തമ്മിൽ വിവാഹം കഴിച്ചത്. അപ്പോൾ ഉമ്മൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ എൻ്റെ വാപ്പാനെ കാണുന്നതാണ്. അപ്പം അന്ന് തൊട്ടേ കൈ എന്നാണ് എൻ്റെ ഉമ്മ വിളിക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആളുടെ പേര് വിളിക്കുന്ന സമയത്ത് കൂട്ടത്തിൽ ഒരു കൈ എന്ന് കൂട്ടി വിളിക്കും. അത് സ്വാഭാവികമായിട്ട് വിളിക്കുന്നതാ. അതേപോലെ ഒരു ചേട്ടൻ എന്ന സ്ഥാനത്തുള്ള രീതിയിൽ വാപ്പാനെ കൈ എന്നായിരിക്കും വിളിക്കല്. അപ്പം എൻ്റെ മൂത്ത സഹോദരി ജനിച്ച സമയത്ത് അവള് വാപ്പാനെ കൈ എന്ന് വിളിക്കൽ തുടങ്ങി. അത് കേട്ടിട്ട് രണ്ടാമത്തെ ആളും വിളിക്കൽ തുടങ്ങി കൈ എന്ന്. ഇവർ രണ്ടുപേരും വാപ്പാനെ കൈ എന്ന് വിളിച്ച് ഞാനും കൈ എന്ന് തുടങ്ങി. ഞാൻ ഈ അടുത്ത കാലത്താട്ടോ വാപ്പി എന്നൊക്കെ വിളിക്കൽ തുടങ്ങിയത്. ഞങ്ങൾക്ക് കൈ നയിഞ്ഞു. വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് പെട്ടെന്ന് റെഡിയായി വന്നു. മറ്റൊന്നുമല്ല, തല തോർത്താതിരുന്നാൽ എനിക്ക് ജലദോഷം പിടിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുഞ്ഞു നിൽക്കുന്നതും വരയ്ക്കുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ ഒന്ന് കട്ട് ചെയ്തു. പോയി നമുക്ക് പിന്നെ മേക്കപ്പ് ഒന്നും വലുങ്ങനെ ചെയ്യാനില്ലാത്തത് കൊണ്ട് അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താ വെച്ചാൽ, ഒരു ചെറിയൊരു കഥ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഞാൻ ഒരിക്കൽ പൂനൂർ അങ്ങാടിയിൽ വാപ്പ ഏൽപ്പിച്ചിട്ടൊരു സാധനം മേടിക്കാൻ പോയി. ഒരു ഷോപ്പിൽ, നമ്മൾ സദാ പലചരക്ക് കടയിൽ സാധനം മേടിക്കാൻ പോയതാണ്. അപ്പോൾ വാപ്പ കൊടുക്കുമെന്ന് പറഞ്ഞതാ പൈസ. അങ്ങനെ ഞാൻ സാധനം മേടിച്ചിട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കൈ തരൂ കേട്ടോ പൈസ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു കൈയോ, നീ മജീദ് ഖാൻ്റെ മോൾ എന്നല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഏത് കയ്യാ തരികയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല വാപ്പ തരും എന്ന് പറഞ്ഞു. അത്രത്തോളം പുറത്ത് വരെ ഒരു ടോക്ക് ചെയ്യുന്ന സമയത്ത് കൈന്നേ പറഞ്ഞു പോവുള്ളൂ. ഈ അടുത്ത കാലത്ത് പിള്ളേരൊക്കെ, എൻ്റെയും ചേച്ചിമാരുടെയൊക്കെ പിള്ളേർ വന്നതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ വാപ്പ എന്നൊക്കെ പറയൽ തുടങ്ങിയത്.
ഞാൻ മിക്ക ആൾക്കാരോടും പറഞ്ഞു കൈ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ വാപ്പേനെ വാപ്പയെന്ന് വിളിക്കാതായിപ്പോയത്. അല്ലാതെ ഇനി സ്വന്തം വാപ്പേനെ വാപ്പാന്ന് പോലും വിളിക്കാത്ത ആൾ ജിസ്ന എന്ന് പറഞ്ഞിട്ട് അടുത്ത വീഡിയോ ആരും ഇറക്കണ്ട. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഉമ്മാനോടായിരുന്നു കൂടുതലായിട്ട് അടുപ്പം. വാപ്പയായിട്ട് ഈ കാരണം കൊണ്ടാട്ടോ അടുക്കാതെ പോയത്. കാരണം ഞങ്ങൾ ഉറങ്ങിയതിന് ശേഷം ജോലി കഴിഞ്ഞിട്ട് വരികയും എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് ജോലിക്ക് പോവുകയും ചെയ്യുന്നൊരു ആളായിരുന്നു എൻ്റെ വാപ്പ. ബസ് ഡ്രൈവർമാരെന്ന് വെച്ചാൽ മിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും. അവർക്ക് അവരുടെ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരിക്കും. എനിക്കറിയാവുന്ന ഒരുവിധം ബസ് ഡ്രൈവർമാരൊക്കെ അങ്ങനെയാണ്. പുലർച്ചെ 3:00-ക്കും 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ എനിക്ക് വാപ്പ എന്ന് പറയുന്നത് ഇത്രത്തോളം പ്രിയപ്പെട്ടതായി മാറിയൊരു മൊമെൻ്റ് ഉണ്ട്. ആ മൊമെൻ്റോട് ഈ ഒരു നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാം. ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേട്ടവരുണ്ടാവാം. മറ്റൊന്നുമല്ല, എന്നെ ഒരു ഡ്രൈവർ ആക്കണം, അല്ലെങ്കിൽ ഒരു ബസ് ഡ്രൈവർ ആക്കണം എന്ന് വാപ്പക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് വാപ്പ എന്നോട് ഹെവി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ വാപ്പയുടെ ഇഷ്ടപ്രകാരം ഞാൻ ഹെവി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഹെവി എടുക്കാൻ പോയപ്പം ആ സമയത്ത് നമുക്ക് തരുന്ന ബസ് എന്ന് പറയുന്നത് പഴയകാല ബസ്സാണ്. എൻ്റെ വാപ്പയൊക്കെ ഓടിച്ച ആ ഒരു കാലത്തെ, നമ്മൾ പറയില്ലേ ജാമ്പോൻ്റെ കാലത്തെയാണ്, അങ്ങനത്തെ ഒരു ബസ്സാണ് എനിക്ക് അന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് തന്നത്. അപ്പോൾ ഈ എടുക്കാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം സ്റ്റിയറിങ് തിരിച്ചപ്പോൾ ഭയങ്കര പ്ലേ സ്റ്റിയറിങ്ങിന്. അപ്പം എനിക്ക് ഇവിടെ കൈപ്പട വേദനയായി തുടങ്ങി. അപ്പം ഞാൻ വിചാരിക്കുക, പടച്ചോനെ, എൻ്റെ വാപ്പ ഞങ്ങൾ എങ്ങനെയായിരുന്നു നോക്കിയത്, അല്ലെ എങ്ങനെയാണ് പോറ്റി ആ ഒരു അവസ്ഥയിൽ വരെ എത്തിച്ചത് എന്ന് മനസ്സിലാക്കിയ ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ശരിക്കും എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. ഞാൻ വാപ്പാനെ തിരിച്ചറിഞ്ഞൊരു നിമിഷമാണ് മക്കളെ അത്. ഒരാൾക്കും അങ്ങനത്തെ ഒരു ആ അവസ്ഥയിൽ തിരിച്ചറിയേണ്ട ഒരു ഗതികേട് വരരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞാനിത് സ്റ്റിയറിംഗ് അങ്ങോട്ട് തിരിച്ചപ്പോൾ പറയണ്ട. അങ്ങനെ ഞാൻ അന്ന് വീട്ടിലെത്തിയിട്ട് വാപ്പാനോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ ഇതുവരെ ആക്കിയെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ വാപ്പ എന്നൊരു നോട്ടം നോക്കി. ഇതൊക്കെ നിസ്സാരം, കാരണം 4 പ്രാവശ്യം സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ അതങ്ങനെ ശീലമായിക്കോളൂ എന്നുള്ള ആ ഒരു നിസ്സാര പുഞ്ചിരിയാണ് വാപ്പാണ്ട്. പക്ഷെ എന്നാൽ പോലും ഫസ്റ്റിൽ നമ്മൾ ആ ഒരു ഇത് അറിയുമ്പോണ്ടല്ലോ. ഇപ്പം ഞാൻ ഈ ഹെവി ഓടിക്കാറുണ്ട്. ചില ഹെവി ഓടിച്ചിട്ട് ഞാൻ റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹെവി ഓടിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, എത്ര വർഷം വാപ്പാക്ക് ഇപ്പോൾ 65 വയസ്സായി. വാപ്പൻ്റെ 16-17 വയസ്സ് തൊട്ടിട്ട് ക്ലീനർ പണിയിലാണ് എൻ്റെ വാപ്പ ഡ്രൈവിംഗ് രംഗത്തേക്ക് എത്തുന്നത്. അന്ന് തൊട്ടിട്ട് ഈ വണ്ടിപ്പണിയായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ വണ്ടിയിലൊരു ഈ ക്ലീനർമാരെന്ന് പറയുന്നത് വണ്ടി കഴുകി തുടങ്ങിയിട്ടാണ് കേട്ടോ പിന്നെ വണ്ടീൻ്റെ രംഗത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇപ്പം വാപ്പാക്ക് 65-ാമത്തെ വയസ്സാണ്. ഇത് 65-ാമത്തെ പിറന്നാളാന്ന് തോന്നുന്നു എനിക്ക്. എന്തായാലും 65 വയസ്സായി ആൾക്ക്. അപ്പോൾ ഇത്ര കാലം ഒരു വണ്ടിപ്പണിക്കാരന് എന്നുള്ള നിലയിൽ എൻ്റെ വാപ്പ ഹാപ്പി ആട്ടോ. ഇപ്പം ഞാൻ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ പോലും എൻ്റെ വാപ്പ ഹാപ്പിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓരോ ഡ്രൈവറും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു ജോലി എന്ന് പറയുന്നത് ഈ ഡ്രൈവിങ് കേട്ടോ. അവർക്കതൊരു മടുപ്പേ അല്ല, ഒരു വിഷയമില്ല. അസുഖമായ അവർക്ക് വിഷയമില്ല. വേറെ എന്ത് ഫാമിലി പ്രോബ്ലംസ് ഉണ്ടെങ്കിലൊന്നും ആ ജോലിയെ അവർ ബാധിപ്പിക്കില്ല. അങ്ങനത്തെ ഒരു ജോലിയാണ് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. കാരണം മനസ്സും കണ്ണും എല്ലാം നമ്മുടെ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ആ വാഹനത്തിൽ തന്നെ നിൽക്കണം എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണല്ലോ, ഞാനായിട്ട് പറഞ്ഞു തരണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ വാപ്പനെ തിരിച്ചറിഞ്ഞൊരു മൊമെൻ്റ് എന്ന് പറയുന്നത്. അന്ന് തൊട്ടിട്ട് വാപ്പയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കണം, വാപ്പയുടെ സന്തോഷം, ഇത്ര മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉമ്മാനെ ഒന്ന് മെല്ലെ സൈഡിലേക്ക് ഒതുക്കി എന്നൊന്നും നിങ്ങളൊന്നും ആരും പറയണ്ട. അതേപോലെ തന്നെ ഉമ്മാനെ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് 2 പേരെയും ഒരേപോലെ ഇഷ്ടമാണ്. പക്ഷേ വാപ്പനെ മനസ്സിലാക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി എന്നുള്ളൊരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട്. അത് എനിക്ക് ആ വണ്ടിയുടെ സ്റ്റിയറിംഗ് പിടിക്കേണ്ടി വന്നു. കാരണം നിങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടാവും വാപ്പനെ മനസ്സിലാക്കാൻ ഇതെന്തിനാണ്, വാപ്പ എന്ന് പറയുന്ന വാപ്പ അല്ലേ എന്നൊക്കെ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടോ. ഇനി അത് വ്യക്തമായിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഒന്നും കൂടി എടുത്ത് വെച്ച് പറഞ്ഞത്. ഏതായാലും ഞാൻ വാപ്പാനെ കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും പോയി കേട്ടോ. അങ്ങനെ ദേ വാപ്പിനെ കാണാൻ വേണ്ടിയിട്ട് പൂനൂരേക്ക് പോവുകയാണ്. ഈ അരുണുണ്ട്, കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ള കമന്റ് വേണ്ട. പിന്നെ കുട്ടികളുണ്ട്, പിന്നെ അവളെ കൊണ്ട് ഞാൻ വിളി കേൾപ്പിക്കണ്ടല്ലോ, കേൾപ്പിച്ചാലും ഇല്ലെങ്കിലും പിള്ളേരും ഉണ്ട് കൂടെ. പോകുന്ന വഴിക്ക്
ഒരു ഗിഫ്റ്റ് മേടിക്കണം, ഒരു കേക്ക് മേടിക്കണം. കേക്ക് ഇവന്റെ വക മേടിക്കും എന്ന് പറഞ്ഞു. അത് കേക്കൊനെ ഒരു പാപ്പി നല്ല കമ്പനി കേട്ടോ. അപ്പൊ കേക്ക് അവൻ മേടിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ബാറ്റേന്റെ ഒരു ഷൂ മേടിക്കാന്ന് വിചാരിച്ചു. ആളൊരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാറ്റയുടെ ഷോപ്പ് കയറിയ സമയത്ത്. അങ്ങനെ അത് മേടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ബാക്കി നമുക്ക് ബാറ്റയുടെ ഷോപ്പിൽ നിന്ന് കാണാം കേട്ടോ. താമരശ്ശേരിയുള്ള ബാറ്റ എന്നാണ് സാധനം മേടിക്കുന്നത്. ഇതിന് 9 ഇതാ അതും ഇതും ഇതിന്റെ 9 ഇതും അങ്ങനെ ദേ ഗൈസ്, ഇതാണ് ഫൈനലി തീരുമാനിച്ചത്. ഇതൊന്ന് നോക്കിയിട്ടുണ്ടായും, പക്ഷെ അതെടുത്തു. അരുണിന്റെ കാലിന്റെ മുകളിലുള്ളത് കേട്ടോ, അതല്ല, ഈ ഒരു കാലിന്റെ മുകളിലുള്ളത്. അന്ന് വിചാരിച്ചിട്ട് അരുൺ അത് അവിടെ വെക്കുന്നതായിരിക്കും. അത് എന്നിട്ട് അരുൺ അവിടെ തന്നെ വെക്കുന്നതായിരിക്കും. അങ്ങനെ ഇവിടെ അതാ വേറൊരു ആശീരീതി ഒന്നോട് പറ. മോനും വാങ്ങി തരും. അങ്ങനെ അടുത്തതായിട്ട് കേക്ക് മേടിക്കാൻ പോവാണ്. ഈ ഷോപ്പ് നിന്നാട്ടോ കേക്ക് മേടിക്കുന്നത്. അതൊക്കെ ചുങ്കത്ത് താമരശ്ശേരി ഭാഗമാണ്. അങ്ങനെ ദേ കേക്ക് മേടിച്ചു. ക്ലാരിറ്റി കുറവായിട്ടല്ല, നിനക്ക് കളറില്ലാഞ്ഞിട്ടാ. അങ്ങനെ ദേ കേക്കും മേടിച്ചു വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ വാപ്പി ഉണ്ടോ എന്നുള്ളത് അറിയില്ല. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് മേടിച്ചത്. എല്ലാവരും അതിൻ്റെ ഫാൻസാട്ടോ. അങ്ങനെ അതും മേടിച്ചിട്ട് ദേ പോവുകയാണ്. അപ്പോൾ ബാക്കി വീട്ടിലെത്തിയിട്ട് കാണാട്ടോ. ഗൈസ്, പപ്പ വീട്ടിലില്ല ഗൈസ്. ഓട്ടോറിക്ഷ കാണുന്നില്ല ഗൈസ്. വാപ്പി വീട്ടിലില്ലല്ലോ. അപ്പൊ നമുക്കൊന്ന് വിളിച്ചു വരുത്താം വാപ്പിനെ. അങ്ങനെ വാപ്പിനെ വിളിച്ചു വരുത്തട്ടെ. ഹലോ ഹലോ. നിങ്ങളെടാ ഉള്ളേ? എന്താ പരിപാടിയില്ല? ഞങ്ങളൊന്ന് ഇങ്ങോട്ട് വരുവോ? ഞാൻ ഇവിടെ ഉണ്ട്, പൂനൂരുണ്ട്. ഓ, ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. അല്ലേ, പൊരയിലുണ്ട്. അങ്ങുണ്ട്. ഒന്ന് വേഗം വരി. എനിക്കൊന്ന് ഡോക്ടറെ എടുത്തു പോവാനാ. വരുന്നുണ്ട്.
ഹാപ്പി ബർത്ത്ഡേ to you. Happy birthday to you. ഇത് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതാ. ഒന്ന് കട്ട് ചെയ്താലോ? പറ്റുമോ നോക്കി അതിന്റെ ഉള്ളിൽ ഏതാ സൈസ് വാങ്ങല്? 42 അല്ലേ? അപ്പൊ ഗൈസ് വാപ്പിക്ക് ഷൂ കറക്റ്റ് ആണ്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യും, കേക്ക് കട്ട് ചെയ്യും കിട്ടില്ല. ഇഷ്ടായോ? കേക്ക് മുറിക്കുക. മോളെ ഹാപ്പി ബർത്ത്ഡേ To you. ആ വലത്തെ കൈ കൊണ്ട് അത് വലിയ രസാട്ടോ. വലത്തെ കൈ ആയിട്ടാ മുറിക്കാൻ അറിയാത്ത ആള് എടുത്തേ ഇടണാട്ടോ. കട്ട് ചെയ്ത മോളെ കാട്ടണ്ട. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞതിൽ നിങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി. നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.